ഹൈറേഞ്ച് കയറുകയാണ്. ഇടുക്കിയിലെ തെരഞ്ഞെടുപ്പിൻ്റെ കാറ്റേൽക്കാൻ നമ്മുടെ വാർത്താ അവതാരക പ്രവിതാലക്ഷ്മിയുണ്ട് ഇടുക്കിയിലേക്ക്. പ്രവിതാലക്ഷ്മി, നാടിൻ്റെ ഇലക്ഷൻ ഡെസ്കിലേക്ക് താങ്കൾക്കും സ്വാഗതം. എന്താണ് മറ്റൊരു മണ്ഡലത്തിലെ അവതാരകയായിട്ട് നിൽക്കുമ്പോൾ തോന്നുന്ന ഫീലിംഗ്? ഹായ്, ഗുഡ് ഈവനിങ് എസ് കെ. ഞാനിപ്പോൾ നിൽക്കുന്നത് എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിൽ തന്നെ ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കാനിരിക്കുന്ന ഇടുക്കി മണ്ഡലത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അത് പറയാൻ കാര്യമുണ്ട്. കാരണം ഇവിടെ മത്സരിക്കാനിരിക്കുന്നത് നമ്മുടെ മന്ത്രിയും ജലവിഭവ വകുപ്പ് മന്ത്രിയും നിലവിലെ ഇവിടുത്തെ സിറ്റിംഗ് MLA-യുമായ ശ്രീ റോഷിയോടും അതോടൊപ്പം തന്നെ റോഷിയോട് ഏറ്റുമുട്ടാൻ പോകുന്നത് ഇവിടെ കോൺഗ്രസ് നേരിട്ട്, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് സീറ്റ് എടുത്തതോടുകൂടി കോൺഗ്രസ് നേരിട്ട് റോഷിക്കെതിരെ ഏറ്റുമുട്ടാനുള്ള ആ ഒരു ശ്രമം നടക്കാൻ പോവുകയാണ്. അപ്പോൾ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ഇവിടെ നടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ മണ്ഡലത്തിന്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 1977 രൂപീകൃതമായത് മുതൽ ഇത് കേരള കോൺഗ്രസിന്റെ, അത് പ്രത്യേകിച്ച് UDF-നോട് ചേർന്ന് നിൽക്കുന്ന കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ടാണ് ഈ മണ്ഡലത്തിന്റെ കൂടുതൽ വോട്ടേഴ്സ് നിൽക്കുന്നത്. കൂടുതൽ വോട്ടുകൾ ലഭിക്കുന്നതും കേരള കോൺഗ്രസിന് തന്നെയാണ്. കേരള കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ്. 2001 എത്തുമ്പോഴാണ് റോഷി അഗസ്റ്റിൻ ഇവിടെ MLA ആയി എത്തുന്നത്. അതും കേരള കോൺഗ്രസ് തന്നെയാണ്. റോഷി അഗസ്റ്റിൻ അദ്ദേഹം മാണി വിഭാഗമാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിലൂടെ ഈ മണ്ഡലം ഇത്രയും വർഷം അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് തന്നെയാണ് ഈ മണ്ഡലം നടന്നത്. അതേസമയം തന്നെ അദ്ദേഹം 2021 ഈ മുന്നണി മാറി നേരെ LDF-ലേക്ക് കേരള കോൺഗ്രസ് മാണി വിഭാഗം എത്തുന്നത്. അതോടെയാണ് ഈ മണ്ഡലം LDF-ലേക്ക് വരുന്നത്. അതിനു മുൻപ് 1998 ഒട്ടത്തവണ മാത്രമാണ് ഈ മണ്ഡലം LDF-ന് കീഴടക്കാനായത്. ഇനി ഈ മണ്ഡലത്തിന് മറ്റൊരു പ്രത്യേകത പറയുകയാണെങ്കിൽ, കോൺഗ്രസിനെ കുറിച്ചും UDF-നെ കുറിച്ചും പറയുകയാണെങ്കിൽ, ഇപ്പുറത്തെ റോഷി അഗസ്റ്റിൻ നിൽക്കുമ്പോൾ കഴിഞ്ഞ തവണ 5000 വോട്ടുകൾക്കാണ് ഫ്രാൻസിസ് ജോർജിൽ നിന്നും അദ്ദേഹം ഈ മണ്ഡലം പിടിച്ചെടുക്കുന്നത്. അപ്പം ഇത്തവണ ഈ മണ്ഡലം എങ്ങനെയും പിടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് UDF-നുള്ളത്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് ഈ മണ്ഡലം ഇപ്പോൾ കോൺഗ്രസ് നേരിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. കൈപ്പത്തി ചിഹ്നത്തിലാണ് റോയ് കെ പൗലോസ് ഇവിടെ മത്സരിക്കാനിരിക്കുന്നത്. അങ്ങനെ ഒരു ടൈറ്റ് ഫൈറ്റ് ഈ മണ്ഡലത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എസ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ വളരെ ടൈറ്റ് ഫൈറ്റ് ആണ് ഇവിടെ നടക്കാനിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മണ്ഡലത്തിലെ വോട്ടേഴ്സിനോട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടതുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 24-നോട് ഏറ്റവും വിശ്വസ്തമായി ഈ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്ന ഒരു വോട്ടർ ഇവിടെ നമ്മളോടൊപ്പം ചേരുകയാണ്. ഞാൻ പറഞ്ഞു വരുന്ന മറ്റാരെയും കുറിച്ചല്ല, നമ്മളുടെ സ്വന്തം ഇടുക്കിയിലെ റിപ്പോർട്ടറായ രാഹുൽ വിജയനെ കുറിച്ചാണ്. നമസ്കാരം രാഹുൽ വിജയൻ. നമസ്കാരം. അപ്പോൾ ഈ ജില്ലയിലെ ഈ മണ്ഡലത്തിലെ വോട്ടർ തന്നെയാണ്. അതെ അതെ. അപ്പൊ ഏറ്റവും കറക്റ്റ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ പ്രേക്ഷകരോട് പറയാൻ പറ്റുന്ന ഒരാൾ കൂടിയാണ്. പ്രത്യേകിച്ച് വികസനത്തിലൂന്നിയാണ് ഇത്തവണ വീണ്ടും റോഷി അഗസ്റ്റിൻ വോട്ട് ചോദിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ UDF-നെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ മണ്ഡലം വിട്ടുകളയാനാവില്ല. കഴിഞ്ഞ തവണ 5000 വോട്ടുകൾക്ക് മാത്രമാണ് ഈ മണ്ഡലം UDF-ന് നഷ്ടമായത്. അപ്പോൾ ഇത്തവണ അത് തിരിച്ചു പിടിക്കാൻ എന്തൊക്കെ നീക്കങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഒപ്പം UDF-ന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്? വികസനത്തിനപ്പുറത്തേക്ക് ഈ മണ്ഡലത്തിൽ പ്രധാനമായിട്ടും ഇത്തവണ രാഷ്ട്രീയം കൂടുതൽ ചർച്ചയാവുന്നുള്ളതാണ്. കാരണം റോഷി അഗസ്റ്റിനെ എങ്ങനെയും പരാജയപ്പെടുത്തുക എന്നുള്ളൊരു പ്രഖ്യാപിത നയം അത് UDF-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം കഴിഞ്ഞ 5 വർഷത്തിന് മുൻപ് UDF-നൊപ്പം നിന്നിരുന്ന റോഷി അഗസ്റ്റിൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മാറി LDF-ലേക്ക് പോയി എന്നുള്ളതാണ് UDF പറയുന്നത്. ചതിച്ചുപോയി. അത് LDF-ലേക്ക് ചെന്നു. അതിനുശേഷം അവിടെ ചെന്ന് മന്ത്രിയായതിനു ശേഷം 5 കൊല്ലത്തെ ഈ കാലയളവിൽ ഒരു തരത്തിലുള്ള വികസനങ്ങളും ഇവിടെ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ റോഷി അഗസ്റ്റിൻ അങ്ങനെയല്ല പറയുന്നത്. ഇവിടെ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നു, അതുപോലെ തന്നെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡുകൾ കൊണ്ടുവന്നു, മറ്റ് ജല അതോറിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ പക്കായായിട്ട് ചെയ്തു എന്നാണ് റോഷി അഗസ്റ്റിൻ പറയുന്നത്. പക്ഷേ ഈ 5 വർഷത്തിനിടയിൽ ഇവിടെ ഒരു തരത്തിലുള്ള വികസനവും നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു പ്രചരണത്തിൽ ഊന്നിക്കൊണ്ട് സ്വാഭാവികമായിട്ട് UDF പ്രചരണം നടത്തുന്നു. NDA ആണെങ്കിലും, NDAയിലേക്ക് നമുക്ക് വരാം പിന്നീട്. ഇപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനമായും പറയേണ്ടത് UDF-ന്റെ സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ ഒരാൾ വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ 37 വർഷത്തെ ചരിത്രത്തിനിടയിൽ അല്ലെങ്കിൽ ഈ കാലയളവിനിടയിൽ ഒരു കൈപ്പത്തി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ടായിട്ടേയില്ല. കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വരുന്നതിന്റെ വികാരം കോൺഗ്രസുകാർക്ക് സ്വാഭാവികമായിട്ടുമുണ്ട്. ഈ മണ്ഡലം പിടിച്ചെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ജോസഫിന്റെ കയ്യിൽ നിന്ന് ഈ മണ്ഡലം ഏറ്റെടുക്കാൻ വേണ്ടി അവർ പ്രധാനമായി മുന്നോട്ട് വെച്ചത് കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ റോഷി അഗസ്റ്റിനെ തോൽപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു വികാരമുണ്ട്. അതിന്റെ ശക്തമായിട്ടൊരു ആളുകളുടെ ഒത്തുചേരലുണ്ട്, പാർട്ടി പ്രവർത്തകരുടെ എല്ലാം. അതിനിടയിൽ എനിക്കൊരു സംശയമുള്ളത്, ഈ കേരള കോൺഗ്രസിൽ നിന്ന് ഇത് കോൺഗ്രസ് ഈ മണ്ഡലം ഏറ്റെടുത്തു, വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം കേരള കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ആ പ്രതിഷേധമൊക്കെ അവസാനിച്ചപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് ഈ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നത്. നിലവിൽ ഈ ഒരു തവണത്തേക്ക് മാത്രം ഈ മണ്ഡലം വിട്ടുകൊടുക്കുന്നു എന്നുള്ളതാണ് PJ ജോസഫ് തന്നെ പറഞ്ഞത്. അങ്ങനെ ഒരു ഉപാധിയോടുകൂടി വിട്ടുകൊടുക്കുന്നതുകൊണ്ട് അവിടെ പ്രശ്നം അവസാനിച്ചു എന്നുള്ളതാണ്.
UDF-ന്റെ പൊതുവായിട്ടുള്ള ഒരു ധാരണ. പക്ഷേ ചില കോണുകളിലെങ്കിലും ഈ മണ്ഡലം വിട്ടുകൊടുത്തത്, അതായത് ഇവിടെ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി താല്പര്യപ്പെട്ടിരുന്ന ആളുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലം വിട്ടുകൊടുത്തതിൽ നേരിയ തോതിലെങ്കിലും ഒരു നീരസമുള്ള ആളുകളുണ്ട്. അതൊക്കെ മറികടക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് റോഷിയസിന്റെ കാര്യം കൂടെ പറയേണ്ടത്. റോഷിയസ് 25 വർഷമായിട്ട് MLA ആണ്. അദ്ദേഹം UDF-ൽ നിന്നപ്പോഴും LDF-ൽ നിന്നപ്പോഴും വിജയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വ്യക്തിബന്ധങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ രാഹുൽ എന്ന് പറഞ്ഞ് വിളിച്ച് അദ്ദേഹത്തിന് പരിചയപ്പെടാൻ പ്രത്യേകിച്ച് ഒരു സമയമൊന്നും വേണ്ട. അദ്ദേഹത്തിന് എന്നെ കണ്ടുകഴിഞ്ഞാൽ ഞാൻ രാഹുലാണെന്ന് അറിയാം. ഇപ്പോൾ പ്രവിധനെ കണ്ടുകഴിഞ്ഞാൽ പ്രവിധയാണെന്ന്, ഈ മണ്ഡലത്തിലെ ആളാണെങ്കിൽ സ്വാഭാവികമായിട്ട് അദ്ദേഹം പേര് വിളിച്ച് പരിചയപ്പെടും. അതുപോലത്തെ ഒരു ബന്ധമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ വ്യക്തിബന്ധത്തിന്റെ ഒരു വോട്ട് കുറച്ചധികം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു റോയ് കെ പൗലോസിന് എന്തായാലും അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യക്തിബന്ധം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ഈ മണ്ഡലത്തിലെ തന്നെ കൂടുതൽ ആളുകളോട് തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കണം എന്നുണ്ട്. അപ്പൊ നമുക്ക് മണ്ഡലത്തിലെ വോട്ടേഴ്സിനെ നമുക്ക് നോക്കാം. ചേട്ടൻ പറഞ്ഞ ചേട്ടൻ ചപ്പാത്തുകാരനാണ് എന്ന്. അപ്പം നമുക്ക് ഇവിടെ ചോദിക്കാം കൂടുതൽ ആളുകൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത്. അതെ, എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരു സമയം കൂടിയാണ്. അപ്പം ചോദിക്കാം. ഹായ് ചേട്ടാ, നമസ്കാരം. ചേട്ടന്റെ ഓട്ടം എവിടെയാ? എനിക്ക് ഇവിടെ തന്നെ. അപ്പൊ ഒരു മാറ്റം വരാനുള്ള സാധ്യതയുണ്ടോ? പിന്നെ ഉറപ്പല്ലേ. റോഷി അഗസ്റ്റിൻ മാറി റോയ് കെ പൗലോസ് പറയാൻ പാടില്ല. NDA സ്ഥാനാർത്ഥിക്ക് സാധ്യതയുണ്ടോ? സാധ്യതയുണ്ടോന്ന് ചോദിച്ചപ്പോ അവര് ഓട്ടോ പിടിക്കുന്ന പോലെ. അല്ല, അപ്പൊ അതാണ് ആ ചേട്ടന്റെ ഒരു അഭിപ്രായം. അതെ, നമുക്കപ്പം അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായമാണ്. ഇപ്പോൾ അല്പസമയം മുൻപ് രാഹുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനിരിക്കുന്ന സ്ഥലമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലം തന്നെയാണ്. കാരണം അവർക്ക് ഈ ഒരു മണ്ഡലം പിടിക്കാനായാൽ അത് തീർച്ചയായും അവർക്കൊരു ബോണസ് തന്നെയാണ്. കാരണം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ഒരു അഭിപ്രായ വ്യത്യാസത്തിനെ തുടർന്ന് അവരെ സമാധാനിപ്പിച്ച് അവരെ അനുനയിപ്പിച്ചാണ് ഇപ്പോൾ ഈ മണ്ഡലം കൈവശം കോൺഗ്രസ് വെച്ചിരിക്കുന്നത്. അങ്ങനെ കൈപ്പത്തി ചിഹ്നത്തിൽ റോയ് കെ പൗലോസ് മത്സരിക്കുമ്പോൾ ഏത് തരത്തിലായിരിക്കും ഈ മണ്ഡലം അതിനെ കാണുക എന്ന് കൂടി നമുക്കിനി അറിയേണ്ടതുണ്ട്. അതിനി മെയ് 4 വരെ കാത്തിരിക്കേണ്ടി വരും. അപ്പൊ നമുക്കിനി എന്താണ് ഈ മണ്ഡലത്തിലെ മറ്റ് ജനങ്ങളുടെ പ്രതികരണം എന്ന് വളരെ പെട്ടെന്ന് നോക്കിയിട്ട് വരാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.